Hi all, this is Abhay from Prepwise. 2024-ൽ CUET PG, IIT JAM, TISNET മുതലായ PG എൻട്രൻസ് എക്സാം ടാർഗറ്റ് ചെയ്ത് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കായി Prepwise സംഘടിപ്പിക്കുന്ന ഫ്രീ ഓൺലൈൻ വർക്ക്ഷോപ്പ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഫോം ഫില്ല് ചെയ്ത് എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ന്യൂ ക്ലാസ്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത് CUET PG 2023 പേപ്പറിൽ നിന്നുള്ള അനലിറ്റിക്കൽ സ്കിൽസിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. രഘു ആൻഡ് ബാബു ആർ ട്വിൻസ്. അപ്പൊ നോക്കാം, രഘുവും അതുപോലെ തന്നെ ബാബു എന്താണ്, ട്വിൻസ് ആണ്. ബാബു സിസ്റ്റർ ഈസ് റീമ. അപ്പൊ നമുക്ക് ജസ്റ്റ് കൊടുക്കാം ഫസ്റ്റ് രഘു അതുപോലെ തന്നെ ബാബു, അവർ ട്വിൻസ് ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ബാബു സിസ്റ്റർ ഈസ് റീമ. ബാബുവിന്റെ സിസ്റ്റർ ആണ് ആരെന്ന് പറയുന്നത്, റീമ എന്ന് പറയുന്നത്. അപ്പൊ ബാബുവിന്റെ സിസ്റ്റർ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ആരുടെയും കൂടി സിസ്റ്റർ ആയിരിക്കും, രഘുവിന്റെയും കൂടി സിസ്റ്റർ ആയിരിക്കും. ഓക്കെ ആണല്ലോ, റീമ. ഓക്കെ, സിസ്റ്റർ ലേഡി ആയതുകൊണ്ട് തന്നെ ഞാനൊരു സർക്കിളിനുള്ളിലാണ് അവരെ റെപ്രസെന്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് റീമാസ് ഹസ്ബൻഡ് ഈസ് രാജൻ. റീമയുടെ ഹസ്ബൻഡ് ആണ് ആര്, രാജൻ. ഓക്കെ, അത് ഞാൻ എന്ത് ചെയ്യാണ്, ഒരു കള്ളിനുള്ളിലായിട്ട് റെപ്രസെന്റ് ചെയ്യാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. രഘുസ് മദർ ഈസ് ലക്ഷ്മി. ഓക്കെ, രഘുസ് മദർ എന്ന് പറയുമ്പോൾ ബാബുവിന്റെ കൂടി മദർ ആണ്, അതുപോലെ തന്നെ റീമയുടെയും മദർ ആണ്. ആരാണ്, ലക്ഷ്മി. ഓക്കെ, നെക്സ്റ്റ് വൺ എന്താ പറയുന്നത്, ലക്ഷ്മീസ് ഹസ്ബൻഡ് ഈസ് രാജേഷ്. ലക്ഷ്മിയുടെ ഹസ്ബൻഡ് ആരാണ്, രാജേഷ് ആണ്. ജസ്റ്റ് നോക്കാം, രാജേഷ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യനിലോട്ട് വരാണ്. ഹൗ ഈസ് രാജേഷ് റിലേറ്റഡ് ടു രാജൻ. രാജനുമായിട്ട് രാജേഷ് എങ്ങനെയാണ് റിലേറ്റ് ചെയ്ത് നിൽക്കുന്നത്, അതായത് രാജന്റെ ആരാണ് രാജേഷ് എന്നുള്ളതാണ് മെയിൻ ആയിട്ട് ചോദിക്കുന്നത്. ഇവിടെ നോക്കുന്ന സമയത്ത് ഇവിടെ രാജന്റെ വൈഫാണ് റീമ. ആ റീമയുടെ ഫാദർ ആണ് തീർച്ചയായിട്ടും ആര് വരുന്നത്, തീർച്ചയായിട്ടും രാജേഷ് വരുന്നത്. ദാറ്റ് മീൻസ് വൈഫിന്റെ ഫാദർ എന്ന് പറയുമ്പോൾ ആരാണ്, ഫാദർ ഇൻ ലോ ആണ് അല്ലെ. തീർച്ചയായിട്ടും ഓപ്ഷൻ 3 ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. അപ്പൊ ഈ ഒരു രീതിയിൽ വരച്ച് കഴിയുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ആ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് നമ്മൾ പോവാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് നോ എ ഈസ് ബി. അപ്പൊ നമ്മൾ സിലോജിസം ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നോ എ ഈസ് ബി എന്ന് പറയുമ്പോൾ എ അതുപോലെ തന്നെ ബി, ഇത് രണ്ടും തമ്മിൽ തന്നെ യാതൊരുവിധ റിലേഷനോ അല്ലെങ്കിൽ കോമൺ ഏരിയാസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരിക്കില്ല. നോ എ ഈസ് ബി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തേലേക്ക് വരാം. സം ബി ഈസ് സി. അപ്പൊ സം ബി ഈസ് സി എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ കൊടുക്കാം, സം ബി ഈസ് സി. നെക്സ്റ്റ് ഓൾ സി ഈസ് ഡി. അപ്പോ നമുക്ക് ഈ ഒരു രീതിയിൽ പറയാൻ പറ്റും, ഓൾ സി ഈസ് ഡി എന്നുള്ളത്. ആണല്ലോ, ഓൾ സി ഈസ് ഡി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് കൺക്ലൂഷനിലോട്ട് വരാം. ഇവിടെ പറയുന്നത് സം എ ആർ ഡി എന്നുള്ളത്. നമ്മുടെ എക്കും അതുപോലെ തന്നെ ഡിക്കും ഒരു കോമൺ ഏരിയ ഉണ്ടോ, തീർച്ചയായിട്ടും ഇല്ല. മേ ബി ഉണ്ടായേക്കാം, പക്ഷെ നമുക്ക് അത് ഉണ്ട് എന്നുള്ളതിന് യാതൊരുവിധ തെളിവോ അല്ലെങ്കിൽ കൺക്ലൂഷനോ നമുക്ക് എന്ത് ചെയ്യുന്നില്ല, ഇവിടെ നിന്ന് ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അത് ഫോളോ ചെയ്യുന്നില്ല എന്ന് മാർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. നെക്സ്റ്റ് പറയുന്നത് ഓൾ ബി ആർ ഡി എന്നുള്ളതാണ്. ഇവിടെ എല്ലാ ബിയും ഡി ആണോ, ഇവിടെ എല്ലാ ബിയും നോക്കുക, ഈ ഏരിയയിലുള്ള ബി നോക്കുക, അത് ഡി ആണോ, തീർച്ചയായിട്ടും അല്ല. ആ രീതിയിൽ നോക്കുമ്പോൾ ഈ ഒരു കൺക്ലൂഷൻ എന്താണ്, ഫാൾസ് ആണ്. അപ്പൊ നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. അപ്പൊ നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരാം ഓപ്ഷൻ 4, നൈദർ 1 nor 2 ഫോളോ എന്നുള്ളതായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. റീത സ്റ്റാർട്ട്സ് ഫ്രം ഹെർ ഹോം എവറി മൺഡേ. അപ്പൊ റീത എന്ത് ചെയ്യാണ്, അവരുടെ വീട്ടിൽ നിന്ന് എവറി മൺഡേ സ്റ്റാർട്ട് ചെയ്യാണ്. ഡ്രോപ്സ് ഹെർ ചൈൽഡ് ടു സ്കൂൾ വിച്ച് ഈസ് 10 കിലോമീറ്റർ സൗത്ത്. അപ്പൊ ഈ ഒരു പോയിന്റിലാണ് റീത നിൽക്കുന്നത് എന്ന് വിചാരിച്ചോ. അപ്പൊ സൗത്തിലോട്ട് ആണ് അവർ എന്ത് ചെയ്യുന്നത്, അവരുടെ കുട്ടിയെ സ്കൂളിലേക്ക് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പോകുന്നത് സൗത്തിലോട്ടാണ്. എത്രയാണ്, 10 കിലോമീറ്റർ ആണ്. ഓക്കെ, then goes to check on her parents who live 15 kilometer west of school. അപ്പൊ ഇതാണ് സ്കൂൾ വരുന്നത്. ഓക്കെ, ആ സ്കൂളിന്റെ വെസ്റ്റിലോട്ട് ഓൾമോസ്റ്റ് 15 കിലോമീറ്റർ. ദാറ്റ് മീൻസ് വെസ്റ്റിലോട്ട് എത്രയാണ്, 15 കിലോമീറ്റർ ആണ്. നെക്സ്റ്റ് പറയുന്നത് then she goes to the wholesale market which is 40 kilometer north from parents place. ഓക്കെ, അപ്പോ ഓൾമോസ്റ്റ് ഇവിടുന്ന് 40 കിലോമീറ്റർ എന്ത് ചെയ്യും, നോർത്തിലോട്ട് പോകും. ഓക്കെ, നമ്മൾ ഏകദേശം ഇവിടെ വരെ എത്ര കിലോമീറ്റർ ആണ്, 10 ആണ് അല്ലെ. അതായത് ഇതിന് തുല്യമായിരിക്കും ഈ ഒരു ലെങ്ത്തും. ബാക്കി ഒരു 30 കിലോമീറ്റർ മുകളിലേക്കും ഉണ്ട് എന്ന് ചെയ്യാം, ജസ്റ്റ് കൺസിഡർ ചെയ്യാം. ഓക്കെ, പാരന്റ്സ് പ്ലേസ് ടു ബൈ ഫാബ്രിക്. നെക്സ്റ്റ് പറയുന്നത് ഷീ then goes to training center to teach sticking. അപ്പൊ അതിനുശേഷം ഒരു ട്രെയിൻ സെന്ററിലോട്ട് പോവാണ്. ഫ്രം ദ ട്രെയിനിങ് സെന്റർ വിച്ച് ഈസ് 25 കിലോമീറ്റർ ഈസ്റ്റ് ഓഫ് ദി മാർക്കറ്റ്. അപ്പൊ ഈ ഒരു മാർക്കറ്റിന്റെ 25 കിലോമീറ്റർ എന്താണ്, ഈസ്റ്റിലോട്ടാണ് തീർച്ചയായിട്ടും എന്ത് വരുന്നത്, ആ ഒരു ട്രെയിനിങ് സെന്റർ വരുന്നത്. അപ്പൊ നമുക്കറിയാം ഇവിടെ വരെയുള്ള ലെങ്ത് 15 ആയിരിക്കും അല്ലെ. ബാക്കി എത്ര വരും, ബാക്കി ടോട്ടൽ 25 ആണ്, ബാക്കി 10 വരും. ഓക്കെ, ബാക്കി 10 കിലോമീറ്റർ വരും. അങ്ങനെയാണെങ്കിൽ ഷീ ഫൈനലി റീച്ച് ഹെർ ബോട്ടിംഗ് ആഫ്റ്റർ ട്രാവലിംഗ് 30 കിലോമീറ്റർ സൗത്ത്. അപ്പൊ ഈ ഒരു പോയിന്റിൽ നിന്ന് വീണ്ടും ഒരു 30 കിലോമീറ്റർ, നിങ്ങൾക്കറിയാം ഈ ഒരു പോയിന്റ് അല്ലെങ്കിൽ ഇതിന് തുല്യമായിട്ടുള്ള ഈ ഒരു പോയിന്റ് വരെയാണ് തീർച്ചയായിട്ടും 30 കിലോമീറ്റർ വരിക. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ലൊക്കേഷൻ ഓഫ് ദി ബോട്ടിക്. അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ റീതയുടെ ഹൗസിനെ വിത്ത് റെസ്പെക്ട് ടു ആണ് തീർച്ചയായിട്ടും എന്ത് സംസാരിക്കാം, അവരുടെ ആ ഒരു ബോട്ടിക്ക് ഏത് ലൊക്കേഷനിലാണ് അല്ലെങ്കിൽ എത്ര ഡിസ്റ്റൻസ് ആണെന്നുള്ളത് സംസാരിക്കാം. എക്സാമ്പിൾ ആയിട്ട് നോക്കിക്കോ, ഇതാണ് അദ്ദേഹത്തിന്റെ ഹോം ഉള്ളത്. ഇവിടെ നിന്ന് ഓൾമോസ്റ്റ് എത്രയാണുള്ളത്,
ഈ ഒരു ഡിസ്റ്റൻസ് എത്രയാണോ ആ ഒരു ഡിസ്റ്റൻസിനായിരിക്കും ഇവിടെ വരിക. ദാറ്റ് മീൻസ് 10 കിലോമീറ്റർ ആണ്. ഓക്കെ, അപ്പൊ ഓപ്ഷൻ നോക്കുന്ന സമയത്ത് 4ഉം 10 കിലോമീറ്റർ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അത് മാത്രം നോക്കിയിട്ട് ആൻസർ പറയാൻ വേണ്ടി പറ്റില്ല. അപ്പൊ ഇതാണ് ഹോമിന്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ബോട്ടിക്ക് വരുന്നത്. അതായത് നമ്മുടെ റൈറ്റ് സൈഡ് മുകൾ ഭാഗം നോർത്ത് ആണെങ്കിൽ ബാക്ക് ഭാഗം സൗത്ത് ആണ്, റൈറ്റ് സൈഡ് ഏതാ വരിക, ഈസ്റ്റ് ആണ് വരിക അല്ലെ. അപ്പൊ ഈസ്റ്റ് ഓഫ് ഹോം എന്നുള്ളതായിരിക്കും തീർച്ചയായിട്ടും നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ ആണല്ലോ, ഈസി ആണ്. വരച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുന്ന സമയത്ത് 4ഉം 5 ലൈനൊക്കെ ഉണ്ട്, ബട്ട് അത് വരച്ചു കഴിയുമ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റിലോട്ട് പോവാണ്. ഇൻ എ ജോയിന്റ് ഫാമിലി ഓഫ് 7 persons A, B, C, D, E, F and G, how is B related to E? അപ്പോൾ ഒരു ജോയിന്റ് ഫാമിലി ആണ്, എ മുതൽ ജി വരെയാണ് അവിടുത്തെ അംഗങ്ങളുടെ നെയിം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ബിയും അതുപോലെ തന്നെ ഇയും അല്ലെങ്കിൽ ബിക്ക് ഇയുമായുള്ള റിലേഷൻ എന്താണ് എന്നുള്ളതാണ് മെയിൻ ആയിട്ട് ചോദിക്കുന്നത്. അപ്പോൾ അവിടെ കുറച്ച് ഹിൻസും കാര്യങ്ങളൊക്കെ മെയിൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തത് പറയുന്നത് there are 2 married couples, 2 married couple ആണ് തീർച്ചയായിട്ടും ആ ഒരു എ പേരിലുള്ളത് എന്നുള്ളതാണ്. ഓക്കെ, ബാക്കി പറയുന്നത് ജി ഈസ് ഹൗസ് വൈഫ്. അപ്പൊ നമുക്ക് ഓരോരുത്തരുടെ പ്രൊഫഷനെ പറ്റിയിട്ട് ഇവിടെ എഴുതാൻ പറ്റും. ജി ഹൗസ് വൈഫ് ആണ്. ഓക്കെ, ആൻഡ് ഹെർ ഹസ്ബൻഡ് ഈസ് ലോയർ. അപ്പോ ഹസ്ബൻഡ് ആരാന്നുള്ള നമുക്ക് അറിയില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ എഴുതുന്നില്ല. നമുക്ക് ഫസ്റ്റ് റിലേഷൻ കിട്ടി. എന്താണ്? ജീന്റെ ഹസ്ബൻഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ലോയർ ആണ്. ഓക്കെ, നമ്മൾ ഹസ്ബൻഡ് ആരാന്നുള്ള അറിയാത്തതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒരു കള്ളിയിൽ മാത്രം റെപ്രസെന്റ് ചെയ്യാണ്. നെക്സ്റ്റ് പറയുന്നത് സി ഈസ് ദ വൈഫ് ഓഫ് ബി. സി ഈസ് ദ വൈഫ് ഓഫ് ബി. ബിയുടെ വൈഫാണ് തീർച്ചയായിട്ടും ആരെന്ന് പറയുന്നത്? സി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ 2 മാരീഡ് കപ്പിൾസ് ആയാലും, ഒന്ന് ജിയും അദ്ദേഹത്തിന്റെ ഹസ്ബൻഡും, നെക്സ്റ്റ് സിയും അദ്ദേഹത്തിന്റെ ഹസ്ബൻഡ് ആയിട്ടുള്ള ബിയും. ഓക്കെ ആണല്ലോ. എ ഈസ് ആൻ എഞ്ചിനീയർ. എ എന്ന് പറയുന്നത് ആരാണ്? ഒരു എഞ്ചിനീയർ ആണ്. എ എഞ്ചിനീയർ ആണ്. ഓക്കെ, എ ഈസ് ആൻ എഞ്ചിനീയർ ആൻഡ് ഗ്രാൻഡ് ഡോട്ടർ ഓഫ് ജി. അപ്പൊ നോക്കിക്കോ, ജി ഓൾറെഡി ഫീമെയിൽ ആണ് നമുക്കറിയാം. ഓക്കെ, ഇവിടെ ഒരു വ്യക്തി ഉണ്ടായിരിക്കും. അവിടെ ചിലപ്പം ജീന്റെ മകളായിരിക്കാം, മകനായിരിക്കാം. അവരുടെ ആരാണ്? അവരുടെ മകളാണ് തീർച്ചയായിട്ടും ആരെന്ന് പറയുന്നത്? എ എന്ന് പറയുന്നത്. ഓക്കെ, എ ഈസ് എഞ്ചിനീയർ ആൻഡ് ഗ്രാൻഡ് ഡോട്ടർ, ദാറ്റ് മീൻസ് ലേഡി ആണ്. ഇവിടെ ഓൾറെഡി ജി ഒരു മാരീഡ് കപ്പിൾ ആണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ ഈ ഒരു പോയിന്റ് ഇവിടേക്ക് മാറ്റാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് ഇത് മായ്ച്ചു കളയാൻ വേണ്ടി പറ്റും. ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തു? ആ ഒരു മെയിൻ റിലേഷനിലേക്ക് അതിനെ കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് സീനെയും അതുപോലെ തന്നെ ബീനെയും കൊടുക്കേണ്ടതുണ്ട്. പക്ഷെ നമുക്ക് എങ്ങനെയാണ് ഇതുമായി കണക്ട് ചെയ്യുന്നത് എന്നുള്ളത് അറിയില്ല. അത് നമ്മൾ എന്ത് ചെയ്യണം? ബാക്കി കാര്യങ്ങൾ നോക്കേണ്ടതായിട്ട് ഉണ്ട്. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഡി ഈസ് ദ ഫാദർ ഇൻ ലോ ഓഫ് സി. ആണല്ലോ, ഡി ഈസ് ദ ഫാദർ ഇൻ ലോ ഓഫ് സി. അപ്പൊ സിയുടെ ഫാദർ ഇൻ ലോ ആണ് ഡി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ബിന്റെ ഫാദർ ആയിരിക്കും ആരെന്ന് പറയുന്നത്? ഡി എന്ന് പറയുന്നത്. അതായത് ഫാദർ ഇൻ ലോ എന്ന് പറയുമ്പോൾ നമ്മുടെ വൈഫിന്റെയോ അല്ലെങ്കിൽ ഹസ്ബൻഡിന്റെയോ എന്താണ്? ഫാദർ ആണ്. അപ്പൊ ഇവിടെ സി എന്ന് പറയുന്നത് വൈഫാണ്. അപ്പൊ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഹസ്ബൻഡ് എന്ന് പറയുന്നത് ബി ആണ്. ആ ബിന്റെ ഫാദർ ആയിരിക്കും തീർച്ചയായിട്ടും ആര്? ഡി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഡി ഈസ് ദ ഫാദർ ഇൻ ലോ ഓഫ് സി, അത് കൊടുത്തു. എ ഡോക്ടർ, സി എ ഡോക്ടർ എന്ന് പറയുന്നുണ്ട്. ദാറ്റ് മീൻസ് സി എന്താണ്? ഡോക്ടർ ആണ്. സി എ ഡോക്ടർ ആൻഡ് ഫാദർ ഓഫ് ഇ. ആണല്ലോ, സി എന്ന് പറയുന്നത് ആരാണ്? ഇന്റെ ഫാദറും കൂടിയാണ്. നോക്കാം, ഡി ഈസ് ദ ഫാദർ ഇൻ ലോ ഓഫ് സി എ ഡോക്ടർ. അപ്പൊ തീർച്ചയായിട്ടും സി എന്താണ്? ഡോക്ടർ ആണ്. ഓക്കെ, ആൻഡ് ഫാദർ ഓഫ് ഇ. അപ്പൊ ഡി എന്ന് പറയുന്നത് ഇന്റെ ഫാദറും കൂടിയാണ്. ഓക്കെ, അപ്പൊ ഈ മെയിൽ ആണോ ഫീമെയിൽ ആണോ നമുക്ക് അറിയില്ല, അതുകൊണ്ട് തന്നെ നമുക്കത് മാർക്ക് ചെയ്യാനായിട്ടില്ല. ഓക്കെ, അപ്പൊ ഈ ഒരു പ്രൊഫസർ ആണെന്ന് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ജസ്റ്റ് മെൻഷൻ ചെയ്യുന്നുണ്ട്, ഈ ഒരു പ്രൊഫസർ ആണെന്ന്. ഓക്കെ, എഫ് ഈസ് എസ് ബ്രദർ. എഫ് എന്ന് പറയുന്നത് എന്റെ ബ്രദർ ആണ്. എഫ് ഈസ് യെസ് ബ്രദർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എ ഓൾറെഡി ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലോ, അതിന്റെ ബ്രദർ ആയിട്ട് ജസ്റ്റ് എഫിന് കൊടുത്താൽ പോരെ. ഓക്കെ, എഫ് ഈസ് യെസ് ബ്രദർ ആൻഡ് ബി സൺ. ബിയുടെ സൺ ആണ് തീർച്ചയായിട്ടും എഫ് എന്ന് പറയുന്നത്. ജസ്റ്റ് നോക്കിക്കോ, ബി ഇവിടെ വന്നു. ഓക്കെ, ബി ഓൾറെഡി മെയിൽ ആണെന്ന് നമുക്കറിയാം. ബിനെ നമ്മൾ എന്ത് ചെയ്തു? മെയിൽ ആക്കിയിട്ട് കൺസിഡർ ചെയ്തു. ബി നമ്മൾ മെയിൽ ആക്കിയിട്ട് കൺസിഡർ ചെയ്തു. ബിന്റെ വൈഫാണ് തീർച്ചയായിട്ടും ആര്? സി എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അവരുടെ സിന്റെ ഫാദർ ഇൻ ലോ ആണ് ഡി എന്ന് പറയുന്നത്. നമുക്ക് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഈ ഡിന്റെ മറ്റൊരു മകനോ മകളോ ആണ് ഇ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഹൗ ഈസ് ബി റിലേറ്റഡ് ടു ഇ എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഓൾറെഡി ഇവിടെ എന്തായി? റിലേഷൻ ആയി. ജസ്റ്റ് എ ആളുണ്ടോ എന്നുള്ളത് നോക്കാം. 1 2 3 4 5 6 7 എ ആളുണ്ട്. അതുപോലെ തന്നെ 2 മാരീഡ് കപ്പിൾ ആണുള്ളത്. ഇവിടെ എയും എഫും എന്താണ്? മാരീഡ് കപ്പിൾ ആണോ? തീർച്ചയായിട്ടും അല്ല. അവരൊരു ബ്രദർ സിസ്റ്റർ റിലേഷൻഷിപ്പ് ആണ്. നിങ്ങൾക്ക് ആ ഒരു ആരോ മാർക്ക് ശ്രദ്ധിക്കാൻ മനസ്സിലാവും. ഞാൻ മാരീഡ് കപ്പിൾ ആണെങ്കിൽ അവർക്ക് ഈ ഒരു രീതിയിലുള്ള ആരോ മാർക്കാണ് എന്ത് ചെയ്യുക? ഞാൻ കൊടുക്കാറുള്ളത്. അപ്പൊ ഇവിടെ ഈ 2 ഓപ്ഷൻ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ഇവിടെ ജിയും അതുപോലെ തന്നെ ഡിയും എന്താണ്? മാരീഡ് കപ്പിൾസ് ആണ്. അതുപോലെ തന്നെ ബിയും സിയും എന്താണ്? മാരീഡ് കപ്പിൾസ് ആണ്. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യനിലോട്ട് വരാം. ഇവിടെ ചോദിക്കുന്നത് ഹൗ ഈസ് ബി റിലേറ്റഡ് ടു ഇ, അതായത് ബിയും അതുപോലെ തന്നെ ഇയും തമ്മിലുള്ള റിലേഷൻ. ഇവിടെ നിങ്ങൾ നോക്കുന്ന സമയത്ത് ബിന്റെ മദർ ആരാണ്? ജി ആണ്. ബിന്റെ ഫാദർ ആരാണ്? ഡി ആണ്. അതുപോലെ തന്നെ ഇന്റെ ഫാദർ ഡി ആണ്. അങ്ങനെയാണെങ്കിൽ ഇന്റെ മദർ തീർച്ചയായിട്ടും ആരെന്നായിരിക്കും? ജി തന്നെ ആയിരിക്കും. അപ്പൊ അവരുടെ മദറും ഫാദറും ഒക്കെ സെയിം ആണ്. അതുകൊണ്ട് തന്നെ ബി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇന്റെ ആരാണ്?
ബ്രദർ ആണ്. ഓക്കെ, ഈ മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്ന് നമുക്ക് അറിയില്ല. അത് നമുക്ക് അറിയും വേണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഈന്റെ ആരാണ് ബി എന്നുള്ളതാണ്. നേരെ തിരിച്ചായിരുന്നെങ്കിൽ നമുക്ക് ബ്രദർ ഓർ സിസ്റ്റർ എന്നുള്ള ഓപ്ഷൻ കൊടുക്കേണ്ടി വന്നേനെ. പക്ഷെ ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഈന്റെ ആരാണ് ബി എന്നുള്ളതാണ്. ദാറ്റ് മീൻസ് ബി ഒരു മെയിൽ ആണ് നമുക്ക് ഓൾറെഡി അറിയാം. ദാറ്റ് മീൻസ് ബി എന്താണ്, ഒരു ബ്രദർ ആണ്, ഈന്റെ ബ്രദർ ആണ് തീർച്ചയായിട്ടും ആര് വരാം, ബി വരാം. നെക്സ്റ്റ് ക്വസ്റ്റിലോട്ട് മൂവ് ചെയ്യാം. ഇവിടെ ഒരു അനാലജി ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. നോക്കാം, നോർത്ത് അതിന്റെ റിലേഷൻ ആയിട്ട് വന്നിട്ടുള്ളത് സൗത്ത് ഈസ്റ്റ് ആണ്. നമുക്ക് നോർമൽ റിലേഷൻ വരച്ച് നോക്കാം. നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. ഇവിടെ നോർത്ത് ഈസ്റ്റ് വന്നു, ഇവിടെ സൗത്ത് ഈസ്റ്റ് വന്നു, ഇവിടെ സൗത്ത് വെസ്റ്റ് വന്നു, ഇവിടെ നോർത്ത് വെസ്റ്റ് വരും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവര് പറയുന്ന റിലേഷനിലുള്ള രീതിയിൽ നമുക്ക് നോക്കാം. നോർത്തിന്റെ അവിടെ വരെ എന്ത് കൊടുത്തു, സൗത്ത് ഈസ്റ്റ് കൊടുത്തു. നോർത്തിന്റെ അവിടെ സൗത്ത് ഈസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ അടുത്തത് എന്താ വരും, അടുത്ത ക്ലോക്ക് വൈസ് നോക്കുന്ന സമയത്ത് ഇവിടെ സൗത്ത് വെസ്റ്റ് വരും, നെക്സ്റ്റ് നോർത്ത് വെസ്റ്റ് വരും, നെക്സ്റ്റ് നോർത്ത് ഈസ്റ്റ് വരും. ഓക്കെ, സൗത്ത് ഈസ്റ്റിന്റെയും സൗത്ത് വെസ്റ്റിന്റെയും ഇടയിലായിട്ട് സൗത്ത് വന്നു, ഇവിടെ എന്ത് വന്നു, ഇവിടെ വെസ്റ്റ് വരും, ഇവിടെ നോർത്ത് വരും, ഇവിടെ ഈസ്റ്റ് വന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് വരാം. ഈസ്റ്റ്, അപ്പൊ നോർത്തിന്റെ അവിടെ സൗത്ത് ഈസ്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ ഈസ്റ്റിന്റെ അവിടെ എന്തായിരിക്കും എന്നുള്ളതാണ്. ഈസ്റ്റിന്റെ അവിടെ എന്തായിരിക്കും, സൗത്ത് വെസ്റ്റ് ആയിരിക്കും. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് വരാം. ഇവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് അസംഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ഇതൊരു സ്റ്റേറ്റ്മെന്റ് നോക്കാം. അക്കോർഡിംഗ് ടു മീ യു ഷുഡ് ഗെറ്റ് യുവർ ഫാദർ എക്സാമിൻഡ് ബൈ എ സ്പെഷ്യലൈസ്ഡ് ഡോക്ടർ. രാഹുൽ ടെൽസ് ഋഷി. അപ്പൊ രാഹുൽ എന്ത് ചെയ്യാണ്, ഋഷിനോട് പറയാണ് അക്കോർഡിംഗ് ടു മീ യു ഷുഡ് ഗെറ്റ് യുവർ ഫാദർ എക്സാമിൻഡ് ബൈ എ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ. അപ്പൊ ഒരു സ്പെഷ്യലിസ്റ്റ് ഡോക്ടറിനെ കൊണ്ട് നിങ്ങളുടെ ഫാദറിനെ ഒന്ന് കാണിപ്പിക്കുന്നത് നല്ലതായിരിക്കും എന്നുള്ളത് മെയിൻ ആയിട്ട് എന്ത് ചെയ്യാണ്, രാഹുൽ ഋഷിനോട് സംസാരിക്കുകയാണ്. അപ്പൊ അസംഷൻ ആണ്. ഫസ്റ്റ് അസംഷൻ പറയുന്നത് സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സ് ആർ ഏബിൾ ടു ഡയഗ്നോസ് ബെറ്റർ ദാൻ ഓർഡിനറി ഡോക്ടേഴ്സ്. തീർച്ചയായിട്ടും അത് വളരെ കറക്റ്റ് ആയിട്ടുള്ള അസംഷൻ തന്നെയാണല്ലോ. അതായത് നമ്മളൊരു സ്പെഷ്യലിസ്റ്റ് ഡോക്ടറിനെ കാണിക്കുന്നതിന്റെ ഉദ്ദേശം തന്നെ നോർമൽ ആയിട്ടുള്ള ഒരു ഓർഡിനറി ഡോക്ടറിനെക്കാളും നല്ല രീതിയിൽ അദ്ദേഹത്തിന് ചികിത്സിക്കാൻ കഴിയും, അല്ലെങ്കിൽ ഡയഗ്നോസ് ചെയ്യാൻ കഴിയും എന്നുള്ളത് കൊണ്ടാണ്. തീർച്ചയായിട്ടും ആ അസംഷൻ വളരെ കറക്റ്റ് ആണ്. രണ്ടാമത്തെ ഒരു അസംഷൻ പറയുന്നത് ഋഷി വിൽ സെർട്ടൻലി നോട്ട് അഗ്രി വിത്ത് രാഹുൽസ് അഡ്വൈസ്. രാഹുലിന്റെ അഡ്വൈസ് ഋഷി തീർച്ചയായിട്ടും എന്തെങ്കിലും അംഗീകരിക്കില്ല എന്നാണ് പറയുന്നത്. അവിടെ ഋഷി അംഗീകരിക്കോ ഇല്ല എന്നതിനെ കുറിച്ചൊന്നും തീർച്ചയായിട്ടും നമുക്ക് യാതൊരുവിധ ധാരണകളും സ്റ്റേറ്റ്മെന്റിൽ നിന്ന് ലഭിക്കുന്നില്ല. ആ രീതിയിൽ നോക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നില്ല, ഫോളോ ചെയ്യുന്നില്ല. അപ്പൊ നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരാം ഓൺലി അസംഷൻ 1 ഈസ് ഇംപ്ലിസിറ്റ് എന്നുള്ളതായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് വാസ് ദി ഡേ ഓഫ് ദി വീക്ക് ഓൺ 14th June 2002. 2002 ജൂൺ 14 ഏതു ദിവസമായിരിക്കും എന്നുള്ളതാണ് മെയിൻ ആയിട്ട് എന്ത് ചെയ്യുന്നത്, ചോദിക്കുന്നത്. ജസ്റ്റ് നോക്കിയോ, എനിക്കറിയാം AD 400 വരെയുള്ള വർഷങ്ങൾ തീർച്ചയായിട്ടും 0 ഓഡ് ഡേയ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ 400ന്റെ മൾട്ടിപ്പിൾസ് നോക്കുമ്പോൾ 400, 800, 1200, 1600, 2000 വരെ എന്താണ്, 0 ഓഡ് ഡേയ്സ് ആണ്. ഇനി 2001 എന്ന് പറയുന്ന ഇയർ എന്താണ്, ഒരു നോൺ ലീപ്പ് ഇയർ ആണ്. നോൺ ലീപ്പ് ഇയറിൽ എത്ര ഓഡ് ഡേ ഉണ്ടാവുക, 1 ഓഡ് ഡേ ആണ് എന്ത് ചെയ്യുക, ഉണ്ടാവുക. നെക്സ്റ്റ് ഈ 2002 വോൾ ഇയർ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് നമുക്ക് 2002 ജൂൺ 14 വരെ മതി. ഇപ്പൊ 2002 ജനുവരിയിൽ എത്ര ഓഡ് ഡേ ഉണ്ട് നോക്കുക. ജനുവരിയിൽ 31 ഡേയ്സ് ആണ്. ദാറ്റ് മീൻസ് 3 ഓഡ് ഡേ ഉണ്ട്. ഫെബ്രുവരിയിൽ ഓൾമോസ്റ്റ് 2002 നോൺ ലീപ്പ് ഇയർ ആണ്. ദാറ്റ് മീൻസ് 0 ഓഡ് ഡേ. നെക്സ്റ്റ് മാർച്ച് 3 ഓഡ് ഡേ, ഏപ്രിൽ 2 ഓഡ് ഡേ, മെയ് 3, ജൂൺ 14 വരെയാണ്. ജൂൺ 14 വരെ നോക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും 0 ഓഡ് ഡേയ്സ് ആണ് അല്ലെ. അതായത് 7-14 കറക്റ്റ് വീക്ക് ഫുൾ ആവുകയാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാണ്, 0 ഓഡ് ഡേയ്സ് ആണ്. ഇവിടെ നോക്കുന്ന സമയത്ത് 1+3 എന്ന് പറയുമ്പോൾ 4 ആണ്. 4+3 7 ആണ്. അപ്പൊ അത് ഫുൾ ആയിട്ട് പോയി. ബാക്കി 2+3 എന്ന് പറയുമ്പോൾ 5 ആണ്. അപ്പൊ 5 എന്ന് പറയുമ്പോൾ ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് റെഫറൻസ് ഡേറ്റ് കൊടുക്കാത്ത കേസസിൽ നമുക്ക് 1 ആണ് ഓഡ് ഡേ എന്നുണ്ടെങ്കിൽ നമുക്കത് മൺഡേ ആണെന്ന് ഉറപ്പിച്ച് പറയാൻ വേണ്ടി പറ്റും. അങ്ങനെയാണെങ്കിൽ 2 ട്യൂസ്ഡേ ആയിരിക്കും, 3 വെനസ്ഡേ ആയിരിക്കും, 4 തേഴ്സ്ഡേ ആയിരിക്കും, 5 എന്തായിരിക്കും, ഫ്രൈഡേ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഓപ്ഷൻ 2 ഫ്രൈഡേ ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പോയിന്റിംഗ് ടു ജെന്റിൽമാൻ രവി സൈഡ്. അപ്പൊ ഒരു ജെന്റിൽമാനെ ജസ്റ്റ് ചൂണ്ടി കാണിച്ചിട്ട് എന്ത് ചെയ്യാണ്, രവി പറയാണ് ഹിസ് ഓൺലി ബ്രദർ ഈസ് ദ ഫാദർ ഓഫ് മൈ ഡോട്ടേഴ്സ് ഫാദർ. ഓക്കെ, മൈ ഡോട്ടേഴ്സ് ഫാദർ എന്ന് പറയുമ്പോൾ ആരാണ്, ഞാൻ തന്നെയാണ്. ഇപ്പൊ ജസ്റ്റ് നോക്കാം, ഇവിടെ നമുക്ക് ആരെ പറയാം, രവി ആണെന്ന് തന്നെ പറയാം. ഫാദർ ഓഫ് രവി എന്ന് നമുക്കതിനെ ഹിസ് ഓൺലി ബ്രദർ ഈസ് ഫാദർ ഓഫ് രവി. ഇപ്പൊ രവിന്റെ ഫാദർ ആണ് അദ്ദേഹത്തിന്റെ ഓൺലി ബ്രദർ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അവർക്ക് രവിയുമായിട്ടുള്ള ബന്ധം എന്തായിരിക്കും, തീർച്ചയായിട്ടും രവിന്റെ ഫാദർ ആ ഫാദറിന്റെ ബ്രദർ ആണ് തന്നിരിക്കുന്ന ആ ഒരു ജെന്റിൽമാൻ എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് നമ്മുടെ ഫാദറിന്റെ ബ്രദർ എന്ന് പറയുമ്പോൾ നമ്മുടെ ആരാണ്, നമ്മുടെ അങ്കിൾ ആണ്. ഓപ്ഷൻ 3 അങ്കിൾ ആയിരിക്കും റൈറ്റ് ആൻസർ ആയിട്ട് വരാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോവാം. ഹൗ മെനി ഡോട്ട്സ് ലൈ ഓപ്പോസിറ്റ് ടു ദി ഫേസ് ഹാവിംഗ് 3 dots. 3 dots ഉള്ള ഫേസ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ ഇതൊരു അൺഫോൾഡഡ് ക്യൂബ് ആണ്. ഇതിനെ ഫോൾഡ് ചെയ്ത് ഒരു ക്യൂബ് ആക്കുന്ന സമയത്ത് ഈ ഒരു 3 ഫേസസിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരിക ഏതായിരിക്കും, അല്ലെങ്കിൽ എത്ര ഡോട്ട് ഉള്ള ആ ഒരു വശമായിരിക്കും ഓപ്പോസിറ്റ് ആയിട്ട് വരാന്ന്. അപ്പൊ ഈ ഒരു രീതിയിലാണ് വരിക. ഇവിടെ 4ന്റെ ഓപ്പോസിറ്റ് ആയിട്ട് അതിന്റെ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള 5 വരും. അതേപോലെ തന്നെ ഇവിടെ 6ന്റെ ഓപ്പോസിറ്റ് ആയിട്ട് അതിന്റെ ഓൾട്ടർനേറ്റീവ് ഉള്ള ഏത് വരും, 3 വരും. 3ന്റെ ഓപ്പോസിറ്റ് 6 ആണ് വരിക.
ബാക്കിയുള്ള 2ഉം അതുപോലെ തന്നെ 1ഉം എന്താവും ഓപ്പോസിറ്റ് ആയിട്ടും വരും. നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഒരു മൈൻഡിൽ ആലോചിച്ചിട്ട് ആ രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഐഡിയ അല്ലെങ്കിൽ ട്രിക്ക് മനസ്സിലാക്കി വെക്കുക. ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ളതാണ് എന്ത് ചെയ്യുക ഓപ്പോസിറ്റ് ആയിട്ട് വരിക. ഓക്കെ, ഇങ്ങനെയുള്ള അൺഫോൾഡഡ് കേസസിൽ എപ്പോഴും അങ്ങനെ തന്നെയാണ് വരിക. ഇപ്പൊ ചില കേസസിൽ ഈ ഒരു രീതിയിലും അൺഫോൾഡിങ് വരാറുണ്ട്. 1 2 3. ഓക്കെ, ഇവിടെയും ഇപ്പൊ ഇവിടെ 1 2 3 4 5 6. ഇപ്പൊ ഇവിടെ 1ഉം 3ഉം ആയിരിക്കും ഓൾട്ടർനേറ്റീവ് അല്ലെ, അതായിരിക്കും ഓപ്പോസിറ്റ് വരുന്നുണ്ടാവുക. ബാക്കി 2ഉം 4 ആയിരിക്കും ഓപ്പോസിറ്റ്. ഇവിടെ ബാക്കി 5ഉം 6ഉം എന്ത് ചെയ്യും ഓപ്പോസിറ്റ് വരും. ആ രീതിയിലാണ് ജസ്റ്റ് നിങ്ങളോട് ഓപ്പോസിറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കവിത വാക്സ് 10 കിലോമീറ്റർ ടുവേർഡ്സ് നോർത്ത്. ഈ ഒരു പോയിന്റിൽ നിന്ന് നോർത്തിലോട്ട് കവിത എന്ത് ചെയ്യാണ് ഒരു 10 കിലോമീറ്റർ ട്രാവൽ ചെയ്യാണ്. എത്രയാ 10 കിലോമീറ്റർ. നെക്സ്റ്റ് ഷി വാക്സ് 6 മീറ്റർ ടുവേർഡ്സ് സൗത്ത്. അപ്പൊ ഈ ഒരു പോയിന്റിൽ നിന്ന് വീണ്ടും സൗത്തിലോട്ട് തന്നെ അപ്പൊ ഇങ്ങോട്ട് തിരിച്ചു വരാണ്. ഇവിടെ വരെ ഓൾമോസ്റ്റ് ഒരു 6 ട്രാവൽ ചെയ്തു. ബാക്കി ഇവിടെ എത്ര ഉണ്ട് 4 ഉണ്ട് കേട്ടോ. അവിടെ ലെങ്ത്തിനാണ് എന്ത് ചെയ്യാണ് കാര്യങ്ങൾ നമുക്ക് ലാസ്റ്റിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒന്നുകൂടി ഈസി ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ എന്ത് ചെയ്യുന്നത് ലെങ്ത് എഴുതുന്നത്. ദെൻ ഷി വാക്സ് 3 കിലോമീറ്റർ ടുവേർഡ്സ് ഈസ്റ്റ്. ഈ പോയിന്റിൽ നിന്ന് അദ്ദേഹം എന്ത് ചെയ്യാണ് ഈസ്റ്റിലോട്ട് ഒരു 3 കിലോമീറ്റർ സഞ്ചരിക്കുകയാണ്. ഈസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു സൈഡാണ്. ഇവിടേക്ക് അദ്ദേഹം എന്ത് ചെയ്യാണ് ഒരു 3 കിലോമീറ്റർ സഞ്ചരിക്കുകയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഹൗ ഫാർ ആൻഡ് ഇൻ വിച്ച് ഡിറക്ഷൻ ഈസ് വിത്ത് റെഫറൻസ് ടു ഹെർ സ്റ്റാർട്ടിംഗ് പോയിന്റ്. സ്റ്റാർട്ടിംഗ് പോയിന്റ് വെച്ച് നോക്കുമ്പോൾ അവരിപ്പോ എത്ര കിലോമീറ്റർ ദൂരെയാണ്, അതുപോലെ തന്നെ ഏത് ഡിറക്ഷനിലാണ് എന്നാണ്. 2 ക്വസ്റ്റ്യൻസ് ആണ് മെയിൻ ആയിട്ട് ചോദിക്കുന്നത്. ജസ്റ്റ് നോക്കിക്കോ, ഇതാണ് എന്ത് ചെയ്യാൻ നമ്മുടെ സെന്റർ ആക്കിയിട്ട് നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുമ്പോൾ. ഓക്കെ, അപ്പോ ഇവിടെയാണ് ഇപ്പൊ അദ്ദേഹം എത്തി നിൽക്കുന്നത്. അപ്പൊ ഇത് എന്ന് പറയുമ്പോൾ ഇവിടെ സെന്റർ ആണ്. ഇവിടെ നോർത്ത് വരും, ഇവിടെ സൗത്ത് വരും, ഇവിടെ വെസ്റ്റ് വന്നു, ഇവിടെ ഈസ്റ്റ് വന്നു. നോർത്തിന്റെയും ഈസ്റ്റിന്റെയും ഇടയിൽ നോർത്ത് ഈസ്റ്റ് ആണ് നമ്മൾ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. അപ്പൊ ലാസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും റൈറ്റ് ആൻസർ. നമുക്ക് ജസ്റ്റ് ലെങ്ത് ഒന്ന് നോക്കാം. ഇവിടെ 4 ആണ്. ഇതാണല്ലോ നമ്മുടെ ട്രയാങ്കിൾ ആക്കിയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. നമുക്ക് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ് എന്ത് ചെയ്യേണ്ടത് എടുക്കേണ്ടത്. ഈ ഒരു ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എടുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ റൈറ്റ് ട്രയാങ്കിൾ എന്ത് ചെയ്യാണ് ഫോം ചെയ്യാണ്. അപ്പൊ നമുക്കറിയാം റൈറ്റ് ട്രയാങ്കിളിന്റെ ബേസ് 4ഉം ഓൾട്ടിറ്റ്യൂഡ് 3 ആണെങ്കിൽ അതിന്റെ ഹൈപ്പോട്ടന്യൂസ് അതായത് ഈ ഒരു ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എത്രയായിരിക്കും 5 ആയിരിക്കും എന്നുള്ളത്. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 5 കിലോമീറ്റർ തന്നെയാണ്. ഓക്കെ, ഇത്രയൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ട് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി വിചാരിക്കുന്നത്. കൂടുതൽ സെഷനുമായിട്ട് നമ്മൾ വീണ്ടും കാണും. ഇതുവരേക്കും ബൈ.